കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ എന്റെ മോനും പോയി. ഞാൻ പെറ്റ എന്റെ മകളും നഷ്ടപ്പെട്ടു. ഞാൻ വളർത്തിയ എന്റെ മകനും നഷ്ടപ്പെട്ടു. ഇത്രയും കാലത്തെ എന്റെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ലാതായി. എടോ, നമ്മുടെ മോള് സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നിടത്തേക്ക് പോകുന്നു. അതിന് താനെന്തിനെങ്ങനെ കരയുന്നത്? എടോ, മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയല്ലേ വേണ്ടത്? തുളസിക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടി, അവളുടെ ഉള്ളിലെ ജീവന് ഒരാപത്തും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചവളല്ലേ താൻ? ഈ വീട് വിട്ട് താമസിക്കാൻ അവൾക്ക് യോഗം. ദൈവത്തിന്റെ തീരുമാനങ്ങൾ നമ്മളെ കൊണ്ട് തിരുത്താൻ കഴിയോ ദുർഗ? എവിടെയാണെങ്കിലും അവള് സന്തോഷത്തോടെ കഴിയാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ ക്ഷേമത്തിനും ശ്രേയസിനും വേണ്ടി ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അവരിറങ്ങിപ്പോയപ്പോ നെഞ്ചിനകത്തൊരു പിടച്ച്. ആദ്യം നല്ല മനസ്സോടെയല്ല പോയിരിക്കുന്ന. ആദ്യം കൂടെ വരാൻ തയ്യാറല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് പോകുമെന്ന് പറയുമ്പോൾ അവന് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഗർഭിണിയായ ഭാര്യയെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ അവന്റെ മനസ്സനുവദിക്കൂ? സാരമില്ല പ്രസാദേട്ട, ഇത് ഞാൻ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ്. ശിക്ഷിച്ചത് ഞാൻ പ്രസവിച്ച മകളാണോ അതോ ദൈവമാണോ എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ. പക്ഷേ ശിക്ഷ കുറഞ്ഞുപോയി. ഞാൻ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾക്ക് ഇത്രയും ശിക്ഷ പോരെ എനിക്ക്. വലിയ ശിക്ഷ തന്നെ ലഭിക്കണം, ഏറ്റവും വലിയ ശിക്ഷ. നമുക്ക് വാടക വീട് പെട്ടെന്നൊന്നും കിട്ടില്ലെങ്കിൽ ഹോട്ടലിൽ നമുക്കൊരു മുറിയെടുക്കാം. നീ എന്താ ഒന്നും പറയാത്തെ? മുറിയെടുക്കാം. നീ എന്തിനാ വണ്ടി നിർത്തിയെന്ന്? ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന കരുതി. ദുർഗാമ്മ നിന്നെ സ്നേഹിച്ചിട്ടില്ല, അത് സത്യം തന്നെയാ. അത് എനിക്കറിയാവുന്ന സത്യം. പക്ഷേ അവരെന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്നു. ജീവനെ പോലെ. ഞാൻ അവരുടെ സ്വന്തം മകനല്ലെന്നറിഞ്ഞിട്ടും അവരെന്നെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. എന്നിട്ടും നിനക്ക് വേണ്ടി ഞാൻ അമ്മയെ ഉപേക്ഷിച്ചു, അല്ലേ? ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ ഉപേക്ഷിച്ച ദുഷ്ടനാ ഞാൻ. വെറും സ്വാർത്ഥൻ, മനസാക്ഷി ഇല്ലാത്തവൻ. എന്നെപ്പോലെ നന്ദികേട് കാണിക്കുന്ന മറ്റൊരാളെ കാണാൻ കിട്ടില്ല. തന്ന സ്നേഹം തിരിച്ചു കൊടുക്കാൻ പോലും കഴിയാതെ ആ അമ്മയെ വഞ്ചിക്കുന്ന മകനാ ഞാൻ. നീ ഇങ്ങനെയൊന്നും പറയരുത് തുളസി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല. എന്റെ മനസ്സിലെ വിഷമങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. അവർ നിന്നെ ഒരു ശത്രുവായിട്ട് കണ്ടതും ഇത്രയും കാലം നിന്നോട് മത്സരിച്ചതും ഒക്കെ അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാ. എന്നെ അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയാ. അവർക്ക് അവരുടെ ലോകം ഞാൻ മാത്രമായിരുന്നു. ഞാനും അവരും മാത്രമുള്ള ലോകത്താ അവരിത്രയും കാലം സഞ്ചരിച്ചത്. അവർക്ക് എന്നോടുള്ള സ്നേഹം ഒരു കടലോളം ഉണ്ടായിരുന്നു. എന്നിട്ടും നിനക്ക് വേണ്ടി ഞാൻ അവരെ മറന്നു. പ്രസവിക്കാതെ എന്നെ മകനെ പോലെ സ്നേഹിച്ച ആ അമ്മയെ
ആദി, ഒന്ന് നിർത്ത. എനിക്ക് തെറ്റ് പറ്റി. എനിക്കാ തെറ്റ് പറ്റിയത്. മാപ്പ്. തുളസി, ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നിന്നെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എനിക്കാ തെറ്റ് പറ്റിയത്. നീ എനിക്ക് മാപ്പ് തരണം. കൂടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവന്റെ മനസ്സ് പോലും മനസ്സിലാക്കാൻ കഴിയാതെ വന്നത് എന്റെ തെറ്റ് തന്നെയാ. എന്റെ മാത്രം തെറ്റ്. അവനവന്റെ കാര്യം മാത്രം ചിന്തിക്കുന്നവരാ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാതെ പോകുന്നത്. സോറിടാ. എനിക്ക് നിന്റെ സങ്കടം കാണാതിരിക്കാൻ കഴിയില്ല. നിന്റെ സങ്കടം എന്റെയും സങ്കടം കൂടിയാ. തുളസി, സത്യം പറഞ്ഞ നീ എത്ര നല്ലവനാ. വാ, നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് തിരിച്ചു പോവാന്ന്. തിരിച്ചു പോകുന്നോ? അതെ, നമുക്ക് തിരിച്ചു പോവാം. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോ എനിക്കെന്തെന്നില്ലാത്തൊരു കുറ്റബോധം. എനിക്കെന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എടോ, താൻ എങ്ങനെയെങ്കിലും സമാധാനം കണ്ടെത്താൻ ശ്രമിക്കടോ. എനിക്കിനി എന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടുമോ പ്രസാദേട്ട? അറിയാതെയാണെങ്കിലും ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്. ഞാൻ നല്ലൊരു ഭാര്യ ആയിരുന്നില്ല, നല്ലൊരു കുടുംബിനി ആയിരുന്നില്ല, നല്ലൊരു അമ്മയാവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തിന്? ഏത് കാര്യത്തിന് എല്ലാവരോടും വഴക്ക്, ഫുൾ നെഗറ്റീവ്. ഇരുട്ടിൽ മുങ്ങി തപ്പുമായിരുന്നു. വെളിച്ചം പരത്തിയവരെയും ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഒക്കെ ശരിയാണ്. പക്ഷേ ദുർഗേച്ചി ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. എന്നാലും എന്നെ സ്നേഹിച്ചവരെ ആരെയും ഞാൻ തിരിച്ചറിഞ്ഞില്ല പ്രിയ. എന്തിന്? എന്റെ പ്രസാദേട്ടൻ. ഒരിക്കലും നിന്നെ ഞാൻ കരയിപ്പിക്കില്ല എന്ന് പറഞ്ഞ പ്രസാദേട്ടൻ താലി കെട്ടി എന്നെ കൂടെ കൂട്ടിയത്. ആ പ്രസാദേട്ടന് ഞാൻ ഈ ജീവിതകാലം മുഴുവൻ കരയിപ്പിച്ചു. സ്വന്തക്കാരെ എല്ലാരെയും സംശയിച്ചു, അന്യരെ വിശ്വസിച്ചു. ഇതൊക്കെ തന്റെ മനസ്സിന്റെ ചില പ്രശ്നങ്ങളാണ് ദുർഗ. എല്ലാ നിലയ്ക്കും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നതിന്റെ കുഴപ്പം, സ്നേഹം കിട്ടാതെ വളർന്നതിന്റെ പ്രശ്നങ്ങൾ, അതിനൊക്കെ ഒരർത്ഥത്തിൽ താൻ നിരപരാധിയാണ്. മനഃപൂർവ്വമല്ലാത്ത തെറ്റുകൾക്ക് ദൈവം മാപ്പ് തരും. താൻ ഈ വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, സ്നേഹക്കൂടുതലുകൊണ്ടാണ്. എന്നോടും ആദിയോടുമുള്ള തൻ്റെ സ്നേഹം അതിരുകളില്ലാത്തതായിരുന്നു. അതാണ് ഞങ്ങളെ സ്നേഹിക്കുന്ന തുളസിയോടുള്ള തൻ്റെ ശത്രുതയ്ക്ക് കാരണം. ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ദുർഗേച്ചി, സങ്കടപ്പെടാതെ. മനസ്സ് കടല് പോലെ തിളക്കിയ പ്രിയെ. ഓർക്കുമ്പോ ഞാൻ ചെയ്ത ക്രൂരതകള് മനസ്സിലിങ്ങനെ തികട്ടി വരുവോ. ഞാനിപ്പോ അനുഭവിക്കുന്ന ഈ വേദന എന്റെ സ്വാർത്ഥതയ്ക്ക് ദൈവം തന്ന ശിക്ഷയാ.
ഇതെനിക്ക് അനുഭവിച്ചേ പറ്റൂ. പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ ആരംഭിക്കുക. നമ്മുടെ വീട്ടിലെ അസ്വസ്ഥതകൾ ഒരിക്കലും അവസാനിക്കില്ല പെണ്ണെ. ഏട്ടാ, നമ്മുടെ തറവാടിന് എന്തൊക്കെയോ ദോഷങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരു ജോത്സ്യനെ വിളിച്ചൊന്ന് നോക്കിക്കണം. ജോത്സ്യരൊന്നും നോക്കണ്ട, എല്ലാവരും അവരവരുടെ മനസ്സിലേക്കൊന്ന് നോക്കിയാൽ മതി. ആത്മപരിശോധന നടത്തി തിരുത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ ജ്യോത്സ്യന്മാരെ വെച്ച് കവടി നിരത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഏട്ടാ, മോളെ, നീ തിരിച്ചു വരുമെന്നുള്ളത് ഞങ്ങൾക്കറിയായിരുന്നു. എന്താണെങ്കിലും എത്ര തെറ്റുകാരാണെങ്കിലും നീ ഞങ്ങളുടെ മകൾ തന്നെയല്ലേ. ആദിയുടെ ആ നല്ല മനസ്സ് ഒരിക്കൽ കൂടി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. നന്ദികയുടെ ഒരു വലിയ മഹാപാപമാണെന്ന് ആദ്യം എന്നെ ബോധ്യപ്പെടുത്തി. ഞാൻ സകല ദൈവങ്ങളോടും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പാവം ദുർഗ ഇത്രയും നേരം കരയായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് അവളെ കണ്ണീര് പറ്റിക്കാണും. ചെയ്തുപോയ എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ അവൾ ഇതിനകം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവളെ വേദനിപ്പിക്കുന്നത് ശരിയല്ല. മോളെ, വേഗം ഒന്ന് അകത്തേക്ക് ചെല്ല്. ദുർഗേച്ചിക്ക് സന്തോഷാവും. ചെല്ല്. ചെല്ല്. ഇല്ല, ഞാൻ പോവില്ല. തുളസി, ഞാൻ തോറ്റു കൊടുത്തത് എന്റെ ആദിയുടെ സന്മാനത്തിന് മുന്നിലാ. എന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയോടുള്ള എന്റെ മനോഭാവത്തിന് ഒരു മാറ്റവും. മോളെ, ഈ ജന്മം അവരെ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. നീ അംഗീകരിക്കണ്ട. അവരെനിക്ക് വളർത്തമ്മയായിരിക്കാം, എങ്കിലും അവരെനിക്ക് തന്ന സ്നേഹത്തിന് അളവില്ല. എനിക്ക് അവരെ അംഗീകരിച്ചേ പറ്റൂ. അമ്മേ, അമ്മേ, അയ്യോ, അമ്മേ, 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 അമ്മ കണ്ണുറക്ക്. അമ്മേ, അച്ഛാ, അച്ഛാ, അമ്മേ.
സർജറി കഴിഞ്ഞു. പേഷ്യന്റിനെ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. കയറി കാണാം. നീ വരുന്നില്ലേ? ഇല്ല. അച്ഛാ, അച്ഛാ, അച്ഛാ. വിളിച്ചോ? ഇല്ല. വിളിച്ചു നോക്കൂ. റിയാക്ട് ചെയ്യോ ഇല്ലയോ നോക്കാം. ചെന്ന് വിളിക്കൂ. അച്ഛാ വാ. അമ്മേ. ദുർഗ, ദുർഗ, അച്ഛാ. മോനല്ലേ? അതെ. ആ, അമ്മയൊന്നുകൂടെ വിളിച്ചു നോക്കൂ. അമ്മേ. അമ്മേ. ദുർഗ. അമ്മേ. ഒന്ന് വരൂ. പേഷ്യന്റ് ഒരല്പം ക്രിട്ടിക്കലാണ്. ബോധം നഷ്ടപ്പെട്ട് വീണപ്പോ ശക്തമായി തലയിടിച്ച വീണിട്ടുള്ളത്. അതുകൊണ്ട് പേഷ്യന്റ് കോമയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. റിയാക്ട് ചെയ്യാത്ത സ്ഥിതിക്ക് കണ്ടീഷൻ മോശമാണെന്ന് മനസ്സിലാക്കാം. തുറന്നു പറയാതെ നിവൃത്തിയില്ല. ഈ അവസ്ഥയില് ചിലപ്പോ ദിവസങ്ങളോളം കിടന്നേക്കാം, ചിലപ്പോ മാസങ്ങളോളം. എത്ര കാലമെന്ന് പറയാൻ കഴിയില്ല. അച്ഛാ, ഇരിക്കെ. അച്ഛാ, ഇങ്ങനെ സങ്കടപ്പെടരുത്. എന്റെ ദുർഗ, അവളെ ഞാൻ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ. എത്ര വഴക്കിട്ടാലും അവൾ എൻ്റെ അല്ലേ. എന്റെ ദുർഗയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂ? എല്ലാ തെറ്റിദ്ധാരണകളും മാറി ഞങ്ങൾ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ അത് ഇങ്ങനെയായി. അവള് ഒരു യാത്ര പോലും പറയാതെ എന്നെ വിട്ട് പോവാ. അച്ഛാ, അച്ഛാ കരയല്ലേ. ആദി, ദുർഗാമ്മയ്ക്ക് എന്താ?
അമ്മ അമ്മ നമ്മളിൽ നിന്നൊക്കെ പോവാ തുളസി. അമ്മ കോമ സ്റ്റേജിലാണ്. എന്നാലും എടാ, ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. സ്വന്തം മകളാണെന്നറിയാതെ അവൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. മകളാണെന്നുള്ള സത്യം അറിഞ്ഞപ്പോ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് മകളെയും സ്നേഹിച്ച് ബാക്കിയുള്ള ജീവിതം നീക്കാന്ന് അവൾ കരുതി. സ്വന്തം മകള് തള്ളി പറഞ്ഞപ്പോ അവൾക്ക് സഹിച്ചില്ല. അവള് ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും?